പിന്നെ യേശുവയുടെ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് റാപ്ചറാണ്, സൈലൻറ്റ് കമ്മിങ് ആണ്. അത് എന്തായാലും യേശുവയ്ക്ക് വിക്കിപീഡിയയിൽ ഫോട്ടോ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു യേശുവയുടെ മുഖം സെക്കൻഡ് കമ്മിങ് വരുമ്പോൾ വിക്കിപീഡിയയിൽ വെക്കേണ്ട ആവശ്യമില്ല. വിക്കിപീഡിയയിൽ കൊണ്ടുവയ്ക്കാനല്ല, ജൂവിഷ് പോപ്പുലേഷൻ എന്ന് വന്ന് ജൂവിഷ് ട്രേഡേഴ്സ്, മലയാളികൾ, നമ്പൂതിരികൾ, അവിടുന്ന് ക്രിസ്ത്യൻസായി തോമസ് വന്ന് മാറി, പിന്നെ ഇങ്ങനെ കോനിക്കാട് ഇംഗ്ലീഷ് അങ്ങനത്തെ ഒക്കെ വന്ന് പേരുകൾ മാറ്റുന്നതും അതൊക്കെ വന്ന് കഴിഞ്ഞ് ഹിന്ദിയായിട്ടും ജപ്പാനീസായിട്ടൊന്നും ബന്ധമില്ല. അങ്ങ് വരുമ്പോൾ നോബൽ പ്രൈസ് അവാർഡ് ഒരു വർഷത്തിന് മേടിക്കാനും വിക്കിപീഡിയയിൽ വരാനല്ല, സൈലൻറ്റ് റാപ്ചറായിരിക്കും. വിക്കിപീഡിയയിൽ വരുത്താനല്ല, സൈലൻറ്റ് റാപ്ചറായിരിക്കും. അല്ലെങ്കിൽ അതന്നെ പറഞ്ഞ ഫോം വിളിച്ച് പാതിരികളുടെ ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. പാതിരികളോട് ഫോം വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മിതമായ സ്വരത്തിൽ പാതിരികളുടെ ആവശ്യമില്ല. മുങ്ങി നിവരണം പറയേണ്ട ആവശ്യമില്ല. അത് വരേണ്ടത് സാക്രിഫൈസ് ചെയ്തത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോഴത്തെ ജോലി എന്താ? സാക്രിഫൈസ് തീർന്നു. അപ്പോൾ ഇപ്പോഴത്തെ ജോലി ഡിസേൺ ചെയ്യുക. ഡിസേൺ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചറിയുക. എന്താ പറയുക, ഒരു പ്രത്യേക പേരുണ്ട് അതിന്. ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക സ്പിരിറ്റ്സിനെ. അത് സീക്രട്ട് റാപ്ചറായിട്ട് തന്നെ വരാം. അല്ലാണ്ട് എല്ലാവരും അറിയിച്ച് വരണതില്ലാന്ന് നന്നായിട്ട് ബൈബിളിൽ അന്നേ തൊട്ട് എഴുതിയിട്ടുണ്ട്. 888 ഇപ്പോൾ നാവ് എൻ്റെ ഇത്തിരി മുറിഞ്ഞുണ്ട്, അപ്പോൾ ആ രീതിയിൽ പറയണത് 888 എന്നുള്ളത് യേശുവിൻ്റെ നമ്പറാണ്. 888 സെക്കൻഡ് കമ്മിങ് ആയിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടി നോക്കുമ്പോൾ 26 എന്നുള്ളത് യഹോവയുടെ നമ്പറാണ്. ആ രീതി എല്ലാം കറക്റ്റായിട്ട് വന്നതാണ്. അത് ഈ ഇൻ്റർനെറ്റിൽ ഒരു വർഷം മുമ്പ് 1 മിനിറ്റ് മുമ്പ് എഴുതിയതല്ല, 1 മിനിറ്റ് മുമ്പ് ജനിച്ചിട്ടുള്ളതെന്ന് അറിയാതിരിക്കാൻ. പണ്ടേ തൊട്ട് പഴയ പേജുകളിലും ലിപികളിലും തകിടുകളിലും എന്തിനാണ് പറയാം മലയാളത്തിൽ, താളികളിലും അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻ്റർനെറ്റിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ, ഗ്രീക്കിലും ഹീബ്രുവിലൊക്കെ, അരമൈക്കിൽ. അപ്പോൾ അത് എല്ലാവരെയും ചെറിയ ഇതിൽ അറിയിക്കണ രീതിയല്ല. അത് ആരും മുങ്ങി നിവർന്നെങ്കിലും നിവർന്നുണ്ടെങ്കിലും ആ രീതിയിൽ നടക്കേണ്ടത് നടക്കുന്നു. ഡിസേൺ ചെയ്യുന്നതും ഡിസ്റ്റിങ്ക്വിഷ് സ്പിരിറ്റ് ചെയ്യുന്നതും ചിലർക്ക് വരും എന്നുള്ളത്. ചിലർ റോമൻ കാത്തലിക്സ് പറയുന്ന കേൾവിയുണ്ട്, ശുദ്ധീകരണ സ്ഥലം എന്ന്. അതൊക്കെ ഹെവനിൽ ഇവിടെ തന്നെ നടക്കണം. ഇവിടെ തന്നെ നടക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലമില്ല. അത് ഉണ്ടാവേണ്ടത് യേശു വരുമ്പോൾ സെക്കൻഡ് കമ്മിങ് വരുന്നത് ഡിസേൺ ചെയ്യുക, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക, സ്പിരിറ്റ്സിനെ ഡിസേൺ ചെയ്യുക, ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക. ആ രീതിയിൽ തന്നെ വന്നതാണ്. അതിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ വന്ന് കിട്ടേണ്ടത് മേടിച്ച് കൂട്ടും എന്ന് പറയണത് ഞാൻ പല രീതിയിൽ നിത്യജീവൻ മേടിച്ച് കൂട്ടണ കാര്യം പറയാനുണ്ട്. നിത്യജീവൻ മേടിച്ച് കൂട്ടാം, അല്ലെങ്കിൽ അരന്ന് കൂട്ടി വാങ്ങൽ മേടിച്ച് കൂട്ടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പറഞ്ഞിട്ട് മാറാത്തവർ അരന്ന് കൂട്ടി വാങ്ങുമ്പോൾ ഞാൻ ചിരിക്കല്ലാണ്ട് പിന്നെ എന്താ ചെയ്യുക? അല്ലാണ്ട് കുടിച്ച് നടന്നോ, ഡ്രഗ് അടിച്ച് നടന്നോ, ബീഡി വലിച്ച് നടന്നോ എന്നാണോ ഞാൻ പറയണേ? അല്ലെങ്കിൽ അതിനോട് പറഞ്ഞ് നടന്നോ? എന്നിട്ട് കുഴി ചാടിക്കണ പോലെയാണോ? കുഴി ചാടരുതെന്നാണ് പറയണത്. അപ്പോൾ കുഴി ചാടണം നിർബന്ധമുള്ളവർ. അപ്പോൾ അങ്ങനെ നിർബന്ധമുള്ളവർ, മാറാൻ തയ്യാറാത്തവർ കുഴി ചാടിച്ചോട്ടെ. കാറ് കൊണ്ട് കൊക്കയിൽ കൊണ്ട് ഓടിച്ച് പാലം കാണാണ്ട് അങ്ങോട്ട് പോണവർ, അതുപോലെ എനിക്ക് ചിരി വരാണ്. ശരിക്കും പറയാം, എനിക്ക് ചിരി വരാം. അപ്പോൾ പറഞ്ഞു തന്നിട്ട് മാറാത്തവർ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ബോധം കെട്ട് വീഴാമോ? അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇതൊക്കെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ ഇതൊക്കെ 1 മിനിറ്റ് മുമ്പ് ഞാൻ അറിയാതിരിക്കുന്നതാണോ? 1 മിനിറ്റ് മുമ്പ് ജനിച്ചിട്ടുള്ളൂ. നിങ്ങളൊക്കെ ഒളിച്ച് നോക്കുന്നതും എല്ലാം ഒളിച്ച് നോക്കും. മുഖത്തേക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കില്ലേ എന്നുള്ള പോലെ ഞാൻ ഇങ്ങനെ നോക്കണം. അപ്പോൾ നീ ഒളിച്ച് നോക്കുന്നതും ഇങ്ങനെ തോന്നുന്നതൊക്കെ നോക്കിയിരിക്കുന്നത് പച്ചയ്ക്ക് ചോദിക്കുക. അത് പോലീസ് വിളിച്ച് അന്വേഷിക്കട്ടെ. 1 മിനിറ്റ് മുമ്പ് ജനിച്ചിട്ടുള്ളത് അറിയാതിരിക്കാൻ നോണ പറയാൻ നിങ്ങൾ എത്രത്തോളം ഉണ്ട്? അപ്പോഴേക്കും നിങ്ങൾ പോവും. അതാണ് നിങ്ങളുടെ ഒരു ഇത്. നിത്യത്വം പാലിക്കണവർക്ക് എത്ര വയസ്സ് വരെ ജീവിക്കാം. ഇപ്പം കുറച്ച് കഴിക്കുക, കുറച്ച് പറയുക. അപ്പോൾ ആ രീതിയിൽ പറയണ രീതി വരാം. പറയേണ്ട സ്ഥലത്ത് പറയാം. അതിനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം തന്നെ എഴുതി വെച്ചത്, അപ്പൻ്റെ റെക്കോർഡ് ചെയ്ത് വെച്ചത് ഞാനും അത് ശിഷ്യന്മാർ. അല്ലാണ്ട് റോമൻ കാത്തലിക്സ് വിട്ടിയാന്മാർ പറയണ പോലെ 500 വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും എഴുതി വയ്ക്കുമോ ബൈബിള്? അത് അപ്പനെ എഴുതി വെച്ച് കൂട്ടിച്ചേർക്കുന്നതാണ്. ലിപികളിലും എന്താ പറയുന്നത്, താളികളിലും ഒക്കെ എഴുതി വയ്ക്കേണ്ടതാണ്. എന്നിട്ട് അത് ബുക്ക് ഇപ്പോൾ മോഡേൺ ടെക്നോളജി എറയിൽ രാജാവായിട്ട് വരണ രീതി തന്നെ പറയണം. സീക്രട്ട് റാപ്ചറായിരിക്കും. അന്ന് ബൈബിൾ എഴുതി വെച്ചാൽ കള്ളനെ പോലെ വരയ്ക്കണം. ആരും അധികം ഒന്നും അറിയാനൊന്നും പോകണില്ല. കള്ളനെ പോലെ തന്നെ വരും. ഡിസേൺ ചെയ്യാനും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സ്പിരിറ്റ്സ്. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് നേച്ചറിനെ വിഭജിച്ചറിയാനും. മെറ്റീരിയലിസ്റ്റിക് നേച്ചർ ഇവിടെ വരണമില്ല. യഹോവ യേശുവായി മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടിയല്ല വരണേ. നിങ്ങൾ ചെകുത്താൻ ബാധിതരാവാണ്ട്
മാറാൻ മാറാൻ തയ്യാറായി കുഴിയിൽ ചാടാണ്ട് എരന്ന് കുട്ടി വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക, അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ കുഴിയിൽ ചാടണം നിർബന്ധമുള്ളവരെ പിന്നെ അവരെ കണ്ട് ചിരിക്കാന്നല്ലാണ്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടും കുഴിയിൽ ചാടിക്കാൻ തിടുക്കമുള്ളവരെ നോക്കി വിവരം ചിരിക്കുന്നു. വിവരം എന്ന് പറയുന്നത് വിസ്ഡം, ചിരിക്കുന്നു, മന്ദഹസിക്കുന്നു. അത് മനസ്സിലാക്കാൻ പഠിക്കും. അല്ലാണ്ട് കുഴിയിൽ ചാടിക്കുക എന്ന് പറഞ്ഞ് ജീവനില്ലാത്ത വിഡ്ഢികൾ അട്ടഹസിച്ചിരിച്ചാൽ അവർ കുഴിയിൽ ചാടണ പോലെയല്ല. അപ്പോൾ അത് ഒരാളെക്കുറിച്ച് അറിയില്ല അങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ ശ്രമിക്കുക, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കണം, അവരായിരുന്നു കുട്ടി വാങ്ങാനും ചെയ്യും. അപ്പോൾ അത്ര തന്നെ. ഇത്രക്ക് ഉയരം ഉണ്ടായിട്ടും വിഡ്ഢിയന്മാരായ സ്ത്രീകൾക്ക് വിഡ്ഢിയന്മാരെ പുരുഷന്മാർക്കൊന്നും വിവരം പറഞ്ഞു കൊടുക്കാൻ അറിയാണ്ട് അത് എത്രത്തോളം ഉണ്ടാവും. അപ്പോൾ ഒരു സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ യേശുവ ഡിസേൺ ചെയ്യാനും നിങ്ങൾ ഫോം വിളിച്ച് അറിയിക്കണം എന്നില്ല. അത് പകുതി ഇങ്ങനെ അറിയണ കാര്യമില്ലേ. കോനിക്കാടൻ്റെ മോനാണ്, എന്താ അവർ അവൻ്റെ വീട്ടുകാരെ അങ്ങനെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല, അറിയേണ്ടവരറിയും. കോനിക്കാടൻ്റെ മോനാണ്, അന്നേ തൊട്ട് അറിയുന്നുണ്ട്. ഇങ്ങനെ 3ാം ക്ലാസ് ചേരേണ്ട സമയത്ത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ചേർന്ന് സർട്ടിഫിക്കറ്റ് ഇട്ടാണ്ട് ഗോവയിൽ നിന്ന് വന്നു. അപ്പോൾ 3rd സ്റ്റാൻഡേർഡ് ചേർന്നു. അപ്പോൾ കോണിപ്പടിയിൽ നിന്ന് വീണു കുമാമ. 40th മാർച്ച് മൂത്തരണിയുന്ന വ്യത്യാസം അറിയാണ്ട് അത് 40 മാർക്ക് മുങ്ങി നിവരണം എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. 8 മാഞ്ഞു പോയി. 2000 എന്ന വർഷത്തിൽ 000 12 വയസ്സ് തികഞ്ഞ് 12 വയസ്സ് കാണണം പോലെ യെരുശലേമിൽ യേശുവിനെ കാണണം പോലെ. അതുപോലെ തന്നെ 3 into 8 ആണ്. 8 റോസ് എന്ന പോലെ 3 into 8 24, 3 into 8 24 സെക്കൻഡ്. അത് 2000 എന്ന പോലെ 3 8 നിലനിൽക്കുന്നുണ്ട്. 2+4 6 കൂട്ടേണ്ട ആവശ്യമില്ല. 6 മാഞ്ഞു പോയി എന്ന് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല. അത് അറിയേണ്ടവർ അറിയും. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇവിടെ നിങ്ങൾ കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ, ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹിന്ദിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വരണല്ലേ. ഞാൻ തട്ടിച്ച് നോക്കുന്നതാണ് ഡിസേൺ ചെയ്യാൻ. എല്ലാവരും സംസാരിച്ച് നോക്കാം, ലവ് ചെയ്യാം, ലവ് മെസ്സേജ് കൊടുക്കാം, ഷെയർ ചെയ്യാം. പക്ഷെ കുറ്റം പറച്ചിലില്ല. കുഴിയിൽ ചാടരുത്. ലവ് മെസ്സേജ് കൊടുക്കണതിന് കുഴപ്പമില്ല. യേശു അവർ ലവ് ചെയ്തിരുന്നു. സംഭാഷണങ്ങൾ ലവ് ചെയ്യണം അത് രീതിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഗുട്ക കഴിച്ച് ബീഡി വലിച്ച് ദേഷ്യം വരണവർക്ക് അതിന് ഗുട്ക കഴിച്ച് ബീഡി വലിച്ച് ജീവൻ്റെ താരാച്ച് ഡ്രഗ് അടിച്ച് ബീഡി വലിച്ച് കുടിച്ച് നടക്കും, ഇല്ലാണ്ടാവും. അങ്ങനെയല്ല അത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം എന്ന്.